യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ പ്രവാസികളും സ്വദേശികളും ഒരുപോലെ കാത്തിരുന്ന ഈദ് അൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സും മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും സംയുക്തമായാണ് സർക്കാർ സ്വകാര്യ മേഖലകളിലെ അവധി സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടത്. യുടെ ഭരണപരമായ ക്രമീകരണങ്ങൾ അനുസരിച്ച് മാർച്ച് 19 വ്യാഴാഴ്ച മുതലാണ് ഔദ്യോഗിക അവധി ദിനങ്ങൾ ആരംഭിക്കുന്നത്. റമദാൻ മാസത്തെ പുണ്യകർമ്മങ്ങൾക്കും പ്രധാനുഷ്ഠാനങ്ങൾക്കും ഒടുവിലെത്തുന്ന ഈ ആഘോഷവേള കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനം. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾക്കും ചന്ദ്രദർശനത്തിനും വിധേയമായാണ് അവധി ദിനങ്ങളിൽ നേരിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതെങ്കിലും പ്രാഥമികമായി പ്രഖ്യാപിച്ച കലണ്ടർ പ്രകാരം നീണ്ട ഒരു വിശ്രമകാലത്തിനാണ് ഒരുങ്ങുന്നത്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മാർച്ച് 19 വ്യാഴാഴ്ച മുതൽ മാർച്ച് 22 ഞായറാഴ്ച വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ദിവസത്തെ ഈ ഔദ്യോഗിക അവധിക്ക് ശേഷം മാർച്ച് 23 തിങ്കളാഴ്ച മുതൽ സർക്കാർ ഓഫീസുകളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സാധാരണ നിലയിൽ പുനരാരംഭിക്കും. അതേസമയം സ്വകാര്യ മേഖലകളിലെ തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കുമായി മാർച്ച് 19 വ്യാഴാഴ്ച മുതൽ മാർച്ച് 21 ശനിയാഴ്ച വരെയാണ് നിലവിൽ ഉറപ്പായ അവധി ദിനങ്ങൾ. എന്നാൽ റമദാൻ 30 ദിവസങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ സ്വകാര്യ മേഖലയിലെ അവധി മാർച്ച് 22 ഞായറാഴ്ച വരെ നീട്ടുന്നതാണ്. ഇതോടെ സ്വകാര്യ മേഖലയിലും 4 ദിവസത്തെ പെരുന്നാൾ അവധി ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. യിലെ ചന്ദ്ര കലണ്ടർ പ്രകാരം റമദാൻ 29 മാർച്ച് 18 ബുധനാഴ്ച വൈകുന്നേരമാണ് ഔദ്യോഗിക ചന്ദ്രദർശന സമിതി യോഗം ചേരുന്നത്. അന്ന് മാസപ്പിറവി ദൃശ്യമായാൽ മാർച്ച് 19 വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. അല്ലാത്ത പക്ഷം റമദാൻ 30 പൂർത്തിയാക്കി മാർച്ച് 20 വെള്ളിയാഴ്ചയായിരിക്കും ഈദ് അൽ ഫിത്തർ ആഘോഷങ്ങൾ നടക്കുക. ഈ വർഷത്തെ പെരുന്നാൾ അവധി ദിനങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബുദ്ധിപരമായ ഒരു പ്ലാനിങ്ങിലൂടെ ആർക്കും 9 ദിവസത്തെ തുടർച്ചയായ അവധി നേടിയെടുക്കാം എന്നതാണ്. നിലവിൽ പ്രഖ്യാപിച്ച 4 ദിവസത്തെ അവധി കൊണ്ട് തൃപ്തിപ്പെടാത്തവർക്ക് തങ്ങളുടെ വാർഷിക അവധിയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായൊരു ആഘോഷത്തിന് അവസരമുണ്ട്. മാർച്ച് 16 തിങ്കളാഴ്ച മുതൽ മാർച്ച് 19 വ്യാഴം വരെയുള്ള 4 പ്രവൃത്തി ദിവസങ്ങൾ വാർഷിക അവധിയായി എടുക്കാൻ സാധിക്കുന്നവർക്ക് അതിനു മുൻപുള്ള വാരാന്ത്യ അവധിയായ മാർച്ച് 14 ശനിയാഴ്ച മുതൽ ആഘോഷങ്ങൾ തുടങ്ങാം. അതായത് മാർച്ച് 14 ശനിയാഴ്ച മുതൽ മാർച്ച് 22 ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ ചേർത്ത് ആകെ 9 ദിവസത്തെ നീണ്ട അവധി ആസ്വദിക്കാനാകും. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും രാജ്യത്തിനകത്തോ പുറത്തോ വിനോദയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ അവസരം വലിയൊരു അനുഗ്രഹമായി മാറും. റമദാൻ മാസത്തിന്റെ അവസാന പത്തിലേക്ക് കടന്നതോടെ തന്നെ യിലെ വിപണികളും തെരുവുകളും ആഘോഷത്തിന്റെ നിറവിലാണ്. പെരുന്നാൾ പ്രഖ്യാപനം വന്നതോടെ ഷോപ്പിംഗ് മാളുകളിലും ഇലക്ട്രോണിക്സ് കടകളിലും വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് വൻകിട ബ്രാൻഡുകൾ ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ വിവിധ എമിറേറ്റുകളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങളിൽ വർണ്ണാഭമായ വെടിക്കെട്ടുകളും സംഗീത നിശകളും സാംസ്കാരിക പരിപാടികളും പെരുന്നാൾ ദിനങ്ങളിൽ നടക്കും. വിദേശ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്കം ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹോട്ടലുകളും റിസോർട്ടുകളും ഇതിനോടകം തന്നെ ബുക്കിംഗുകളാൽ നിറഞ്ഞു കഴിഞ്ഞു. ഗതാഗത മേഖലകളിലും പെരുന്നാൾ അവധി പ്രമാണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് ഗതാഗത അതോറിറ്റി മെട്രോ ബസ് സർവീസുകളുടെ സമയം നീട്ടുകയും പാർക്കിംഗ് സംബന്ധിച്ച ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്. അവധി ദിനങ്ങളിൽ റോഡുകളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് പെട്രോളിംഗും ശക്തമാകും. പൊതു ഇടങ്ങളിലും പാർക്കിങ്ങുകളിലും എത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ലഭിക്കുന്ന ഈ വിലപ്പെട്ട സമയം ആഹ്ലാദകരമാക്കാൻ യിലെ ഓരോ എമിറേറ്റും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഒരുക്കുന്നത്. ആത്മീയവും സാമൂഹികമായ ഒത്തുചേരലിന്റെ വേളയാണ് ഈദ് അൽ ഫിത്തർ. മാസപ്പിറവി സംബന്ധിച്ച അന്തിമ തീരുമാനം മാർച്ച് 18 വരാനിരിക്കെ യിലെ വിശ്വാസികൾ ഈ മാസത്തെ പുണ്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ഔദ്യോഗിക അവധി ദിനങ്ങളും വാരാന്ത്യങ്ങളും ചേർത്ത് വെച്ച് എങ്ങനെ മികച്ച രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കാം എന്ന ആലോചനയിലാണ് എല്ലാവരും. പ്രവാസ ലോകത്തെ ഒത്തുകൂടലുകളും സ്നേഹവിരുന്നുകളും ഈ അവധി ദിനങ്ങളെ കൂടുതൽ ധന്യമാക്കും. യുടെ ഭരണാധികാരികൾ രാജ്യത്തെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾക്കും ഈദ് ആശംസകൾ നേരുന്നു. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ഈ ചെറിയ പെരുന്നാൾ ഏവർക്കും സന്തോഷം നൽകുന്നതാകട്ടെ എന്ന് അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു.